കൊച്ചമ്മേ, ചെക്കനും പെണ്ണും വരാനുള്ള സമയമായി. വീട്ടിലേക്ക് കയറ്റാനുള്ള ചടങ്ങുകള് എല്ലാം തയ്യാറാക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. എല്ലാം തയ്യാറായിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കിയാ. ദമയന്തി, നമ്മുടെ മനസ്സിൽ എത്രത്തോളം വേദനയുണ്ടെങ്കിലും ഒരു സമയത്ത് നമ്മൾ അതൊക്കെ മറന്നേ പറ്റും. നോക്ക്, ചെറുക്കനെയും പെണ്ണിനെയും പുറത്തിങ്ങനെ നിർത്തുന്നത് നല്ലതല്ല. വാ, അങ്ങോട്ട് പോകാം. ഗോവിന്ദ ചേച്ചി, അവനിപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തു എന്ന് കരുതി നമുക്ക് നമ്മുടെ കടമ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ദേഷ്യപ്പെട്ട നമുക്ക് തന്നെ നഷ്ടം. ഗോവിന്ദ, വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. നീ ചെറുക്കനും പെണ്ണും പുറത്തു തന്നെ നിൽക്കേണ്ടി വരും. അവരെ ആനയിക്കാതെ അകത്തേക്ക് കയറാൻ പാടില്ല. എല്ലാവരും പോയി അവരെ സ്വീകരിച്ചാട്ടെ. വാടി, ആരതി ഒഴിഞ്ഞ് അവരകത്ത് കയറ്റണോത്രേ. മുത്തശ്ശി, അമ്മേ, ഏടനും ഏട്ടത്തിയും വന്നിട്ടുണ്ട്. അവരെത്തിയോ? വാ, നമുക്ക് അങ്ങോട്ട് പോവാം. അവരെ ആനയിക്കാനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്ക്. തിരുമേനി വന്നാട്ടെ. ഒരു മിനിറ്റ്, അവിടെ തന്നെ നിൽക്ക്. വീണേ, ഡാഡി എവിടെ? അറിയില്ലമ്മേ, എന്തോ അർജന്റ് ജോലി. കൃത്യമായി നടന്നാ പോരെ? അതെ അതെ, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഇനി വധുവരന്മാർക്ക് ആരതി ഒഴിഞ്ഞോളൂ. തനീഷ, നാടി ചവിട്ടുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാ, ഇന്നു മുതൽ അങ്ങോട്ട് ഈ വീട്ടിലുണ്ടാകാൻ പോകുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി സുഖവും ശാന്തിയും സമൃദ്ധിയും എല്ലാം ഉണ്ടാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ശിവാനി, വലതുകാല് കൊണ്ട് നാഴി ചവിട്ടി അകത്തേക്ക് വന്നോളൂ മോളെ. ശിവാനി, ചെല്ലുമോളെ, ദൈവത്തിന് മുന്നിൽ വിളക്ക് എത്തിക്കേ. ശിവാനി, നീ കത്തിക്കുന്ന ഈ ദീപം എന്നും എപ്പോഴും ഈ വീട്ടിൽ നല്ലത് മാത്രം വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാവട്ടെ മോളെ. തൃശൂർ, രണ്ടുപേരും ചേർന്ന് ദൈവത്തിന് ആരതി ഒഴിഞ്ഞോളൂ. ശിവാനി, കർപ്പൂരത്തിന്റെ പാത്രം വാങ്ങിച്ചോളൂ. ശിവാനി, നീ എന്താ മടിച്ചു നിൽക്കുന്നേ? ഇതെല്ലാം ചടങ്ങിന്റെ ഭാഗമല്ലേ. ഭർത്താവിന്റെ കൈ പിടിച്ച് ആരതി ഒഴിയാൻ തിരുമേനി പറഞ്ഞത് കേട്ടില്ലേ? ചെയ്യുമോളെ. ഓം ത്രയംബ
त्र्यम्बकं यजामहे सुगन्धिं पुष्टिवर्धनं उर्वारुकमिव बन्धनात् मृत्योर्मोक्षिमामृतात् ॐ मृत्युञ्जयायै नमः। തനീഷ, ദമയന്തി ഒന്നിങ്ങി വന്നേ. ഇനി നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഈശ്വരനെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചോളൂ. ശരീരയിൽ കേട്ടത് വിശ്വസിച്ച് മനസ്സിന് ധൈര്യം കൊടുത്ത് ശിവാനി ഇപ്പോൾ ഞാൻ കല്യാണം കഴിച്ചു. എന്റെ കൂടെയുള്ള ശിവാനിയുടെ പ്രണയം എന്നിൽ നിന്ന് അകലാതെ നീ എന്നെ രക്ഷിക്കുന്ന ദൈവമേ. മഹാദേവ, എന്റെ എല്ലാ ആഗ്രഹങ്ങളും തല കീഴായി മാറ്റിക്കളഞ്ഞല്ലോ. ഞാൻ എന്ത് തെറ്റാണ് അങ്ങയോട് ചെയ്തത്? ദൈവമേ, എല്ലാം മാറിയതൊരു നിമിഷം കൊണ്ടാണ്. എന്റെ പ്രണയം എനിക്ക് രക്ഷിക്കാൻ ഈ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലും ആ അശരീരി പറഞ്ഞതിന് ശേഷം മാത്രം. ഒരിക്കലും ഒരുമിക്കാൻ സാധ്യതയില്ലാത്ത ബന്ധമാണിത്. ഞങ്ങളുടെ ഈ ബന്ധം ശരിയായി കൊണ്ടുപോകേണ്ട കടമ അങ്ങേക്ക്. ശിവാനി, നിന്റെ മനസ്സിന് വേദന ഉണ്ടായി കാണും. പക്ഷെ ആ വേദന മാറ്റാനുള്ള ശക്തി എനിക്കുണ്ട്. ഞാൻ അതിന് വേണ്ടത് ചെയ്യും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ കാര്യത്തിൽ തീരുമാനം എടുത്തേ പറ്റൂ. ആ തീരുമാന പ്രകാരമേ മുന്നോട്ട് പോകാൻ പറ്റൂ. എന്താ ഇത്? രണ്ടുപേരും ദൈവത്തിനോട് കാര്യമായിട്ട് തന്നെ പ്രാർത്ഥിക്കണുണ്ടല്ലോ. 7 ജന്മത്തിൽ കിട്ടേണ്ട സന്തോഷം ഈ ജന്മത്തിൽ തന്നെ കിട്ടണമെന്നാണോ രണ്ടുപേരും പ്രാർത്ഥിക്കണേ? കല്യാണം കഴിഞ്ഞു, ഫാമിലിയെ കുറിച്ചാണോ പ്രാർത്ഥിക്കുന്നത് ബ്രോ? ദമയന്തി, മരുമകള് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ചടങ്ങുകൾ നടത്താൻ നോക്ക്. തിരുമേനി, ആ ഇതാ വരുന്നമ്മ. തിരുമേനി, പറഞ്ഞോളൂ അമ്മേ. നല്ലൊരു മുഹൂർത്തം നോക്കി തന്നിരുന്നെങ്കിൽ ആദ്യരാത്രി ചടങ്ങ്. നിർത്ത്. എന്തു പറ്റി ശിവാനി? ഇനി എന്താ സംഭവിക്കാനുള്ളത്? ഇത്രയൊക്കെ ആയത് പോരെ? ശിവാനി, ഒരക്ഷരം മിണ്ടരുത്. സംസാരിക്കാനുള്ള അർഹത നിനക്കില്ല. നിനക്ക് മാത്രമല്ല, ഇവിടെയുള്ള ആർക്കും തന്നെയില്ല. അതല്ല ശിവാനി. സംസാരിക്കരുതെന്ന് പറഞ്ഞില്ലേ? മതി. ഈ വീടിന്, ഈ വീട്ടുകാരെ ഞാൻ ഒരുപാട് സ്നേഹിച്ചതാ. എന്നാ നിങ്ങളോ? നിങ്ങൾ ആരും ഞാൻ കരുതിയത് പോലെയല്ല. നിങ്ങൾ എല്ലാവരും ഓരോ സമയത്തിനനുസരിച്ച് നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ പ്രവൃത്തികളും മാറ്റുന്നവരാ. നിങ്ങൾ ഇപ്പൊ മാറും, അല്ലെങ്കിൽ നാളെ മാറും. എന്റെ ഭാഗത്ത് നിന്ന് ഒരു തവണയെങ്കിലും ചിന്തിച്ചു നോക്കുമെന്നൊക്കെ ഞാൻ വെറുതെ ഒരുപാട് ആഗ്രഹിച്ചു. എന്നാ നിങ്ങളെല്ലാം എന്നെ ഈ വീട്ടിൽ കയറ്റിയാ മതി, ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയാ മാത്രം മതി എന്ന് ചിന്തിക്കായിരുന്നില്ലേ? എന്താ നിങ്ങൾക്കാർക്കും എന്റെ വേദന മനസ്സിലാവാത്തത്? ഇല്ല ഇല്ല, എനിക്ക് സംഭവിച്ച ഈ അന്യായത്തിന് ന്യായം കിട്ടിയേ പറ്റൂ. ശിവാനി, എന്തന്യായമായെന്നാണ്? എന്താ മോളെ, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്തന്യായമാണെന്ന് ചോദിക്കുകയാണല്ലേ? എന്റെ ജീവിതം തന്നെ അവസാനിച്ച അവസ്ഥയിലാണിപ്പോ. പ്രണയിച്ചതൊരുത്തന്, താലി കെട്ടിയത് മറ്റൊരുത്തൻ. ഇതിലും വലിയ അന്യായം എന്താ ഉള്ളേ? സംസാരിക്കേ. ശിവാനി, എന്തായാലും ഇങ്ങനൊക്കെ സംഭവിച്ചു. ഇനി അതൊക്കെ ചിന്തിച്ചിട്ട് എത്ര എളുപ്പത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? എല്ലാം പെട്ടെന്ന് തന്നെ നടന്നു കഴിഞ്ഞല്ലോ. അതുകൊണ്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അവൻ ആരോടും ഒന്നും ചോദിക്കാതെ പറയാതെ എന്റെ കഴുത്തിന് താലി കെട്ടി. അവനെന്താ നഷ്ടപ്പെടാനുള്ളത്? നശിച്ചു പോയത് അവന്റെ ജീവിതം അല്ലല്ലോ. അല്ലേ തൃശൂർ? ശിവാനി, എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുവാണോ?
നീ ചെയ്തത് ശരിയാണെന്ന് പറയാൻ നോക്ക. എന്നാലും എന്റെ ജീവിതം നശിച്ചു പോയില്ലേ? അത് നേരെയാക്കാൻ നിനക്ക് പറ്റോ? അല്ല ശിവാനി, നിങ്ങൾ രണ്ടാളും പരസ്പരം പ്രണയിച്ചിരുന്നില്ലേ? ആ പ്രണയം ഇപ്പോ സഫലമായി എന്ന് കരുതിയാ പോരെ? ആര് തമ്മിലെ പ്രണയിച്ചോണ്ടിരുന്നത്? ഞാൻ ഒരിക്കലും തൃശൂലിനെ പ്രണയിച്ചിട്ടില്ല. ഞാൻ സ്നേഹിച്ചത് എന്റെ ത്രിവിക്രമനെയാണ്. ഞാൻ അവനെ മാത്രം സ്നേഹിച്ചത്. കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചത് അവനെ മാത്രം. അതിനിടയിൽ ഇവൻ വന്ന് എന്റെ സ്വപ്നങ്ങളെല്ലാം തകർത്ത് കളയായിരുന്നു. പിന്നെ ഇവൻ നീ അന്ന് പ്രപ്പോസ് ചെയ്തു പിന്നെ പ്രപ്പോസ് ചെയ്തു എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞതോ? അതവൻ തെറ്റിദ്ധരിപ്പിച്ചതാ. തെറ്റിദ്ധാരണയല്ല, അതാണ് സത്യം. ശിവാനി, നിനക്ക് എന്നോട് പണ്ട് പ്രണയം തോന്നിയിരുന്നില്ലേ? അത് എന്നോടൊന്ന് തുറന്നു പറയാൻ വേണ്ടി നീ പ്രയത്നിച്ചിരുന്നില്ലേ? ഞാൻ നിന്നെ പ്രണയിക്കാൻ നോക്കിയത് സത്യം. ആ പ്രണയം തുറന്നു പറയാൻ ബുദ്ധിമുട്ടിയത് സത്യം തന്നെയാ. എന്നാൽ അതൊന്നും നിന്നെ പ്രണയിക്കാൻ വേണ്ടി ആയിരുന്നില്ല തൃശൂൽ. ത്രിവിക്രമന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയായിരുന്നു. ഞാൻ തേടിക്കൊണ്ടിരുന്നത് ത്രിവിക്രമനെ ആയിരുന്നു, നിന്നെയല്ല. ശിവാനി, എന്നോടുള്ള ദേഷ്യത്തിൽ എന്നോട് പ്രണയമേ ഇല്ലായിരുന്നു എന്ന് പറയാൻ നിൽക്കരുത്. ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞാൽ ഒന്ന് തന്നെ, സമാധാനത്തിൽ പറഞ്ഞാൽ ഒന്ന് തന്നെ. എന്റെ മനസ്സിൽ നിന്നോട് ഒരു താരെ പോലും സ്നേഹം ഉണ്ടായിരുന്നില്ല. എന്നാൽ നീ ഇപ്പോ എന്റെ പ്രണയം നശിപ്പിച്ച് നിന്റെ സ്വാർത്ഥത നീ കാണിച്ചു. നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. നീ ഒരാൾ മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാവരും അത് തന്നെയാണ് ചെയ്തത്. അവിടെ അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ ഒരാൾ പോലും അത് തടഞ്ഞില്ലല്ലോ. എന്താ ചെയ്യാതിരുന്നത്? തൃശൂല് ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ലേ? അത് നേരെയാക്കണമെന്നും നിങ്ങൾക്ക് ആർക്കും തോന്നിയില്ലേ? ശിവാനി, കുറച്ച് സമാധാനായിരിക്കും മോളെ. ഇരുന്ന് സമാധാനായി സംസാരിച്ച് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഇനി എപ്പോ? എല്ലാം കഴിഞ്ഞു പോയില്ലേ? ഇനി സംസാരിച്ചിട്ട് എന്താ കാര്യം? അല്ല, ഈ വീട്ടിലെ ബാക്കിയുള്ളവർ അവര് വരുന്നത് വരെ ഇതൊന്നും സഹിച്ചു നിൽക്കാൻ എനിക്ക് പറ്റില്ല. കല്യാണ മണ്ഡപത്തിൽ വെച്ച് സംസാരിക്കാത്തവർ ഇപ്പൊ വന്ന് സംസാരിക്കുമെന്നാണോ? ഇപ്പൊ വന്ന് ഇവൻ ചെയ്തത് തെറ്റാണെന്ന് പറയുമെന്നാണോ? ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കാൻ പാടില്ലയോ, അതൊക്കെ എന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾ ഇതൊക്കെ കണ്ട് വെറുതെ ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്കാർക്കും ഒരല്പം പോലും വേദന തോന്നുന്നില്ലേ? ഒരു സങ്കടം തോന്നുന്നില്ലേ നിങ്ങൾക്ക്? എല്ലാവരും കൽപ്രതിമ പോലെ നിൽക്കുകയാണല്ലേ? എന്താ ആരും ഒന്നും സംസാരിക്കാത്തെ? സംസാരിക്കേ. ആരും ഒന്നും സംസാരിക്കില്ല അല്ലേ? ശരി, നിങ്ങൾ ആരും സംസാരിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞാനൊരു തീരുമാനം എടുത്തേ പറ്റൂ. ആ തീരുമാനം പറയാനുള്ള സമയമായി. എനിക്ക് ഈ കല്യാണം ഇഷ്ടമല്ല. ഞാൻ ഒരു കാരണവശാലും ഇവന്റെ കൂടെ ജീവിക്കുകയുമില്ല. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിങ്ങളുടെ കല്യാണം ഇപ്പൊ തടയാൻ വരുവാണോ? അവൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോ എന്തുകൊണ്ട് തടഞ്ഞില്ല? ആ സമയത്ത് ആരും ഒന്നും മിണ്ടിയില്ല. അപ്പൊ എന്താ സംഭവിച്ചെന്നൊന്നും ആർക്കും മനസ്സിലായില്ല മോളെ. ഒരു നിമിഷം കൊണ്ടല്ലേ എല്ലാം.
എല്ലാവരും കൂടെ ചേർന്ന് എന്റെ പ്രണയം എന്നേക്കുമായി നശിപ്പിച്ചു കളഞ്ഞല്ലോ. ത്രിവിക്രമനെ എന്റെ ജീവിതത്തിൽ നിന്ന് അകറ്റി കളഞ്ഞല്ലോ. ഇല്ല, എനിക്കെന്റെ പ്രണയമാണ് പ്രധാനം. എനിക്കെന്റെ പ്രണയമാണ് പ്രധാനം. എനിക്കിതൊന്നും വേണ്ട. എനിക്കിതൊന്നും വേണ്ട. എനിക്കിതൊന്നും വേണ്ട. ശിവാനി, എന്താ മോളെ ഈ ചെയ്തത്? നീ എന്തിനീ മാല പൊട്ടിച്ചെറിഞ്ഞ്? വേണ്ട, എനിക്കിഷ്ടമില്ലാത്തതൊന്നും തന്നെ എനിക്ക് വേണ്ട. കല്യാണ മണ്ഡപത്തിൽ വെച്ച് തന്നെ പറയണമെന്ന് കരുതിയതാ. അതൊന്നും അപ്പ പറഞ്ഞില്ല. എന്താണെന്നറിയോ? എനിക്ക് ഈ വീട്ടുകാരോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. ഇവൻ എന്നെ താലി കെട്ടിയിട്ടുണ്ടാവാം. പക്ഷെ എല്ലാവരുടെ മുൻപിൽ വെച്ച ഇവനെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അപമാനപ്പെടുന്നത് നിങ്ങളാണ്, നിങ്ങളുടെ കുടുംബമാണ്. എനിക്ക് നല്ലത് സംഭവിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ കാരണം മറ്റുള്ളവരെ വേദനിക്കാൻ പാടില്ല എന്ന് കരുതി ഞാൻ മിണ്ടാതിരുന്നതാ. എന്നാലും എന്റെ മനസ്സ് വേണ്ട വേണ്ടെന്ന് പറഞ്ഞു. എന്നാ ഒരേ ഒരു വിശ്വാസമാണ് എന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. അത് ഈ വീട്ടുകാരെല്ലാരും കൂടെ ചേർന്ന് എനിക്ക് ന്യായം വാങ്ങി തരുമെന്ന് കരുതിയത്.